ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 7 വ്യാഴാഴ്ചയാണ്. ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിവസമാണ് ഇന്ന്. നാളെ മഹാശിവരാത്രിയോടനുബന്ധിച്ച് മാർക്കറ്റ് ഹോളിഡേ ആണ്. ഇനി നമുക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് 3 ഇൻഡെക്സുകളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. നമ്മുടെ മാർക്കറ്റിൽ ഇന്നൊരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. ഇന്നലെ ഫെഡ് ചെയർ ജെറോം പവലിന്റെ സ്പീച്ചിന് ശേഷമാണ് US മാർക്കറ്റുകൾ ഉയർന്നത്. കൂടാതെ RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസ് ഇന്നലെ ഒരു കാര്യം പറയുകയുണ്ടായി. ഫിനാൻഷ്യൽ ഇയർ 2024 GDP വളർച്ച 8% അടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ വാർത്തകൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം RBI ഗവർണർ ശ്രീ ശക്തികാന്ത ദാസിന്റെ ചില പ്രസ്താവനകളാണ്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് 4% പണപ്പെരുപ്പത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സുസ്ഥിരമായ CPI പണപ്പെരുപ്പ നിരക്ക് 4% കൈവരിക്കാൻ RBI പ്രതിജ്ഞാബദ്ധമാണ്. പണപ്പെരുപ്പം നിലവിൽ താഴേക്കുള്ള പാതയിലാണ്. ഇത് സെൻട്രൽ ബാങ്കിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതവുമാണ്. ജനുവരിയിൽ പണപ്പെരുപ്പ നിരക്ക് നോക്കിയാൽ മുഖ്യ റീറ്റെയിൽ പണപ്പെരുപ്പ നിരക്ക് ഇന്ത്യയിൽ 5.10% കുറഞ്ഞു. പ്രാഥമികമായി ഭക്ഷ്യവില ലഘൂകരിച്ചതാണ് ഇതിന് കാരണമായത്. എന്തായാലും പണപ്പെരുപ്പം 4%-ലേക്ക് കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യമായി RBI മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ പോസിറ്റീവായ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത്, മാർച്ചിൽ അവസാനിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 8% വളർച്ച കൈവരിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ഇത് സർക്കാരിന്റെ പുതുക്കിയ എസ്റ്റിമേറ്റായ 7.6%-നേക്കാൾ കൂടുതലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഗ്രാമീണ ആവശ്യം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ഘടകങ്ങളാണ് ഈ വളർച്ചയെ പിന്തുണയ്ക്കുന്നത്. RBI ഗവർണറുടെ ഭാഗത്ത് നിന്നും വളരെ പോസിറ്റീവായ ഒരു വാർത്തയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്, സ്വർണ്ണവിലയിൽ വലിയ വർധനമാണ് ഈ സമീപകാലത്ത് കണ്ടത്. സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയെ തുടർന്ന് ആഗോളതലത്തിൽ സ്വർണ്ണവില കുതിച്ചുയരുകയാണ്. ഇത് ഇന്ത്യൻ സ്വർണ്ണാഭരണങ്ങൾക്ക് ഡിമാൻഡ് കുറയുന്നതിന് കാരണമായി. ഇത് ജ്വല്ലറി കമ്പനികളുടെ ഓഹരികൾ ഇടിയാനും കാരണമായി. ഇന്നലെ PC ജ്വല്ലറി, പാം ജ്വല്ലേഴ്സ്, ഗോൾഡൈൻ ഇന്റർനാഷണൽ, കല്യാൺ ജ്വല്ലേഴ്സ് എന്നീ സ്റ്റോക്കുകൾ ഇടിവിലേക്ക് പോയിരുന്നു. ഗോൾഡ് ഫ്യൂച്ചേഴ്സ് $2150 എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തിയിരുന്നു. എന്തായാലും US ഫെഡറലിൽ നിന്നുള്ള റേറ്റ് കട്ടിന്റെ കൂടുതൽ സൂചനകൾ നിക്ഷേപകർ കാത്തിരിക്കുകയാണ്. സമീപഭാവിയിൽ സ്വർണ്ണവില അസ്ഥിരമായി തുടരുമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. US ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ജൂണിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത 55%. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പ് കോഴിക്കോട് വെച്ച് നടക്കുന്ന മീറ്റപ്പിൽ ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഗൂഗിൾ ഫോം പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആ മീറ്റപ്പിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നിഫ്റ്റി ഇന്നലെ 117 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 22,474 ക്ലോസ് ചെയ്തു. ഇന്നലെ സെക്കൻഡ് ഹാഫിൽ ബാങ്കിങ്, ഫാർമ, ഫിനാൻഷ്യൽ സെക്ടറിന്റെ സഹായത്തോടെയാണ് നിഫ്റ്റിയിൽ ഒരു റിക്കവറി ഉണ്ടായത്. 2025 മുതൽ ബ്ലൂംബർഗ് EM ബോണ്ട് സൂചികയിൽ ഇന്ത്യയുടെ സോവറിൻ ബോണ്ട് ഉൾപ്പെടുത്തും എന്ന വാർത്തകളും മാർക്കറ്റിനെ സംബന്ധിച്ച് ഗുണകരമായി. ഇന്നലെ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ലോ എന്നത് 22,224 ആയിരുന്നു. ഹവർലി മൂവിംഗ് ആവറേജിൽ 50 ഹവർ EMA ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചു കയറിയത്. ഇന്നലത്തെയും തൊട്ട് മുൻപത്തെയുള്ള ദിവസങ്ങളിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഈ ഹവർലി മൂവിംഗ് ആവറേജുകളെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ പോസിറ്റീവ്സിലേക്ക് പോകാം. 21 EMAക്ക് മുകളിലാണ് നിഫ്റ്റി ഇപ്പോഴുള്ളത്. കൂടാതെ RSI ഒരു പോസിറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ഇതെല്ലാം ഒരു ഷോർട്ട് ടേമിലേക്ക് നിഫ്റ്റിയുടെ പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. നിഫ്റ്റിയിൽ ഇപ്പോൾ സെക്ടറുകളിലെ ഒരു റൊട്ടേഷണൽ ബൈയിങ് ആണ് കാണാൻ സാധിക്കുന്നത്. അടുത്തത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സോണുകൾ നമുക്ക് നോക്കാം. 22,600 മുതൽ 22,650 വരെയാണ് അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ള മേഖലയുള്ളത്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ 22,224 ആണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷൻ വെച്ച് ബുൾസിന്റെ കയ്യിൽ തന്നെയാണ് കൺട്രോൾ ഉള്ളത് എന്ന് കാണാം. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിന്റെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 23,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,800 സ്ട്രൈക്കിലും അതിനുശേഷം 22,700 സ്ട്രൈക്കിലും. പുട്ട് സൈഡിലേക്ക് വന്നാൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 22,000 അതിനുശേഷം റൈറ്റ് ചെയ്ത സ്ട്രൈക്ക് 22,300 അതിനുശേഷം 21,800 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 22,700 മുതൽ 22,800 വരെയുള്ള റേഞ്ചാണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,300. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി
450 സ്ട്രൈക്കിൽ 470% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 6% ഇടിവാണ് കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിൽ നടക്കുന്നത്. 22,400 സ്ട്രൈക്കിൽ 159% വർധനവ് കാണാം. ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിലുള്ളത്. കോൾ സൈഡിൽ 37% ഇടിവ് കാണാം. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 22,500 സ്ട്രൈക്കിൽ 160% വർധനവ് പുട്ട് സൈഡിലുണ്ട്. ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 20% വർധനവ് കാണാം. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിൽ ഉള്ളത്. 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡാണ് കൂടുതൽ സ്ട്രോങ് എന്ന് ഈ ഡാറ്റ കാണിച്ചു തരും. ഡേ ക്യാൻഡിൽ വലിയ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,965 384 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലത്തെ റാലിയിൽ കംപ്ലീറ്റ് ക്രെഡിറ്റും പോകുന്നത് ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയാണ്. ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെയാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് ഓൾ ടൈം ഹൈ ലെവലായ 48,636 ആണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 47,800 മുതൽ 47,600 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെ പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം കോൾ സൈഡിൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 49,000 അതിനുശേഷം 48,500 സ്ട്രൈക്കിലും. പുട്ട് സൈഡിലേക്ക് വന്നാൽ 48,000 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,000 സ്ട്രൈക്കിലും. അപ്സൈഡിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 48,000 മുതൽ 48,500 വരെയുള്ള റേഞ്ചാണ്. ഇനി സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,500. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ 6ാമത്തെ ദിവസമാണ് ഇന്ത്യ വിക്സ് ഇടിയുന്നത്. ഇന്നലെ 14.30 എന്ന നിലയിൽ 0.59% ഇടിഞ്ഞായിരുന്നു ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം NLC ഇന്ത്യ 2,000 കോടി രൂപ മുതൽ 2,100 കോടി രൂപ വരെ സമാഹരിക്കുന്നതിനായി NLC ഇന്ത്യയിലെ 7% വരെ ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി സർക്കാർ വിൽക്കും. മാർച്ച് 7 മുതൽ 11 വരെയായിരിക്കും OFS ഉണ്ടായിരിക്കുക. മറ്റൊരു വാർത്ത മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു ബ്ലോക്ക് ഡീൽ വഴി ഏകദേശം $215 മില്യൺ സമാഹരിക്കുന്നതിന് ഒരു പ്രൊമോട്ടർ ഗ്രൂപ്പ് എൻറ്റിറ്റി M&Mലെ ഏകദേശം 0.75% ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട്. ഷെയർ ഒന്നിന് 1,911.5 മുതൽ 1,970.65 വരെയാണ് ഓഫർ വില. മറ്റൊരു കമ്പനി ജൂപ്പിറ്റർ വാഗൻസ് ആണ്. 956.88 കോടി രൂപയുടെ കരാർ മൂല്യത്തിന് 2,237 നമ്പർ BOSM വാഗണുകൾ നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമായി റെയിൽവേ മന്ത്രാലയം കമ്പനിക്ക് ഒരു ഓഫർ നൽകി. മറ്റൊരു കമ്പനി GPT ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. ആഗ്രയിലെ നോർത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് 135 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. GPTയുടെ 51% വിഹിതമുള്ള സംയുക്ത സംരംഭത്തിനാണ് ഈ കരാർ. മറ്റൊരു കമ്പനി ഏഷ്യൻ പെയിന്റ്സ് ആണ്. കമ്പനി യൂണിറ്റ് ഗുജറാത്ത് കെമിക്കൽ പോർട്ട് ലിമിറ്റഡുമായി ഒരു കരാറിൽ ഏർപ്പെട്ടു. ദഹേജിൽ എത്തനോൾ സംഭരണവും കൈകാര്യം ചെയ്യുന്നതിനുമുള്ളതാണ് ഈ കരാർ. മറ്റൊരു കമ്പനി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് ആണ്. കമ്പനി ഡൽഹിയിലെ CNG വിലകൾ 2.5 kg മുതൽ 74.09 kg വരെ ഒരു സിലിണ്ടറിന് കുറച്ചതായി അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ മണപ്പുറം ഫിനാൻസ്, മഹാനഗർ ഗ്യാസ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി എല്ലാ ദിവസവും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10 മണിയോടുകൂടിയാണ്. ഇനി രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, ചില ദിവസങ്ങളിൽ ഇനി ലൈവ് ഇല്ലാത്ത ദിവസങ്ങളിലും ഞങ്ങളുടെ സേവനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടു താഴെ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയുള്ള 2 സ്വിംഗ് സ്റ്റോക്കുകളെ പറ്റി നമുക്ക് നോക്കാം. ആദ്യം DMart. ടാർഗറ്റായി ഇവിടെ ഫിക്സ് ചെയ്യുന്നത് 4,000 ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 3,892 ആണ്. സ്റ്റോപ്പ് ലോസ് ആയി നമ്മൾ സെറ്റ് ചെയ്യുന്നത് 3,800 മറ്റൊരു സ്റ്റോക്ക് RIC ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് 470. ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 490, സെക്കൻഡ് ടാർഗറ്റ് 495, തേർഡ് ടാർഗറ്റ് 500. സ്റ്റോപ്പ് ലോസ് 460. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം ടാറ്റ കെമിക്കൽസ്. മാർച്ച് 1 നമ്മൾ ഈ സ്റ്റോക്ക് പറയുന്നത്. 959 എന്ന നിലയിൽ നിന്നും 1,156 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ചുരുങ്ങിയ ദിവസം കൊണ്ട് നമുക്ക് 17% പ്രോഫിറ്റായി ലഭിച്ചത്. ടാറ്റയുടെ തന്നെ മറ്റൊരു സ്റ്റോക്കായ ടാറ്റ ഇൻവെസ്റ്റ് ഫെബ്രുവരി 26 നമ്മൾ പറയുന്നത്. 7,270 എന്ന നിലയിൽ നിന്നും 9,292 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 21% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചു. ടാർഗറ്റ് വളരെ മുൻപ് തന്നെ നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
മറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കാം. KPR മിൽ ഫെബ്രുവരി 1 നമ്മൾ പറഞ്ഞത്. 780 നിന്നും 804.95 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 3% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്നു. മാർച്ച് 4 നമ്മൾ സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നത്. 274.6 എന്ന നിലയിൽ നിന്നും 284.2 വരെ സ്റ്റോക്ക് അപ്പായി. 3.30% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ മാർച്ച് 5 നമ്മൾ പറഞ്ഞത്. 144.25 എന്ന നിലയിൽ നിന്നും 147 വരെ സ്റ്റോക്ക് അപ്പായി. 1.80% പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ടൈറ്റൻ ആയിരുന്നു. മാർച്ച് 1 സ്റ്റോക്ക് പറഞ്ഞത്. 3695 നിന്നും 3815 വരെ സ്റ്റോക്ക് അപ്പായി. 3.10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു. ഫെബ്രുവരി 27 സ്റ്റോക്ക് നമ്മൾ പറയുന്നത്. 535.75 നിന്നും 550 വരെ സ്റ്റോക്ക് അപ്പായി. 2.5% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം ലിൻഡെ ഇന്ത്യ 5490 എന്ന നിലയിൽ എൻട്രി എടുത്തു. 5700 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. 3.60% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 2750 നമ്മൾ എൻട്രി എടുത്ത് 2839 വരെ സ്റ്റോക്ക് അപ്പായി. 3.10% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. F&O സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റായ സ്റ്റോക്കുകൾ നോക്കാം. കോൾ ഇന്ത്യ 445 CE മാർച്ച് 1 നമ്മൾ പറഞ്ഞത്. 444.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 464.95 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. മറ്റൊരു സ്റ്റോക്ക് കൊഡാക് ബാങ്ക് ആയിരുന്നു. 1770 CE മാർച്ച് 4 പറഞ്ഞത്. 25.30 എന്ന നിലയിൽ നിന്നും 30 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഇന്നലെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത കുറച്ച് സ്റ്റോക്കുകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 2766 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്ത്. അതായത് തുടർച്ചയായ രണ്ടാമത്തെ ദിവസമാണ് FIS ബൈയിങ്ങിലേക്ക് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അതും വലിയ ബൈയിങ്ങിൽ തന്നെയാണ്. DIS പതിവ് പോലെ 2149 കോടി രൂപയ്ക്ക് ശക്തമായ ബൈയിങ്ങിൽ തന്നെ തുടരുന്നു. US മാർക്കറ്റുകൾ സാമ്പത്തിക ഡാറ്റയും ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ അഭിപ്രായങ്ങളും US സെൻട്രൽ ബാങ്കിന്റെ ഈ വർഷത്തെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ശക്തിപ്പെടുത്തിയതോടെ വാൾ സ്ട്രീറ്റിലെ 3 സൂചികകളും ഇന്നലെ ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. ഡൗ ജോൺസ് 0.16% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് 0.51% ഉയർന്നത്. S&P 500 0.49% ഉയർന്നും ക്ലോസ് ചെയ്തു. ഇന്നലെ രാത്രി US മാർക്കറ്റിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് ആദ്യം നോക്കാം. ആദ്യത്തെ വാർത്ത ഫെഡറൽ റിസർവ് ജെറോം പവലിന്റെ ബുധനാഴ്ച നടന്ന ടെസ്റ്റിമോണിയുടെ വാർത്തകൾ തന്നെയാണ്. ഫെഡറൽ പലിശ നിരക്ക് ഉടൻ കുറയ്ക്കുമെന്ന സൂചനകൾ പവൽ നൽകി. പക്ഷേ പണപ്പെരുപ്പ പുരോഗതിയിൽ ഉറപ്പില്ലാത്തതിനാൽ എപ്പോൾ എന്ന് കൃത്യമായി പറഞ്ഞില്ല. US സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിന്റെ അടുത്തല്ലെന്നും അദ്ദേഹം കരുതുന്നു. 2022 40 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്ന പണപ്പെരുപ്പം ഗണ്യമായി തന്നെ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പലിശ കുറയ്ക്കുന്നതിന് മുൻപ് കൂടുതൽ ആത്മവിശ്വാസം ആവശ്യമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ സൂചനകൾ തന്നെയാണ് മാർക്കറ്റിനെ ഇന്നലെ നയിച്ചത്. ഇനി US-ലെ 11-ൽ 9 സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. ആപ്പിൾ തുടർച്ചയായ 6ാമത്തെ ദിവസവും ഒരു ഇടിവിലേക്ക് പോയി. അടുത്തതായി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.34% നേട്ടത്തിലും, HDFC ബാങ്ക് 1.57% നേട്ടത്തിലും, ആക്സിസ് ബാങ്ക് 1.65% നേട്ടത്തിലുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. ടെക് സൈഡിലേക്ക് വന്നാൽ ഇൻഫോസിസ് 0.16% നേട്ടത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്ത്. മേക്ക് മൈ ട്രിപ്പ് വലിയ നേട്ടമുണ്ടാക്കി. 2.88% ഉയർന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.07% ഇടിഞ്ഞും, S&P 500 0.12% ഇടിവിലും, നാസ്ഡാക്ക് 0.25% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിൽ UK മാർക്കറ്റ് FTSE 0.43% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.28% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.10% നേട്ടത്തിലും, സ്റ്റോക്ക് 600 0.40% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളാണ് ഇന്നലെ അവിടെ വലിയ നേട്ടത്തിലേക്ക് പോയത്. 1.35% ഉയർന്നത്. മീഡിയ സ്റ്റോക്കുകൾ 0.5% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.13% ഇടിവിലും, CAC 0.14% ഇടിവിലും, FTSE 0.17% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഏഷ്യ പസഫിക് വിപണികൾ ബുധനാഴ്ച ആദ്യ മണിക്കൂറിലുണ്ടാക്കിയ ഇടിവ് നികത്തി സെക്കൻഡ് ഹാഫിൽ തിരിച്ചു കയറുകയുണ്ടായി. അതിൽ തന്നെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ഹോങ്കോങ് മാർക്കറ്റായിരുന്നു.
വലിയ നേട്ടത്തിലേക്ക് പോയി 2% മുകളിലാണ് ഇന്നലെ ഉയർന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,634 എന്ന നിലയിലാണ്. 43 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഇന്നൊരു 40 മുതൽ 50 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 0.26% ഉയർന്നാണ്. കോസ്പി മാർക്കറ്റ് 0.70% ഉയർന്നും സിംഗപ്പൂർ മാർക്കറ്റ് 0.11% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. സെൻട്രൽ ബാങ്ക് ജാഗ്രതയോടെ നീങ്ങുന്നുണ്ടെങ്കിലും ഈ വർഷം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവൽ സൂചിപ്പിച്ചതിനാൽ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് 1% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $83.10 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $79.28 പെർ ബാരൽ എന്ന നിലയിൽ 0.19% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും ബിസിനസ് സ്റ്റാൻഡേർഡ്, മണി കൺട്രോൾ, റോയിറ്റേഴ്സ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നെല്ലാം എടുത്തിട്ടുള്ള വാർത്തകളാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസാണ്. ഒരിക്കലും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.